ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കക്കയിറച്ചി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് മീനൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം മീൻ കിട്ടിയില്ല, ഒന്ന് രണ്ടെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് കുറച്ച് കക്ക വാരിക്കോട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് കക്ക വേവിക്കുന്നത് കണ്ടാലോ. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കഴുകി ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം തുറന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കക്ക വൃത്തിയാക്കി എടുത്താലോ. അങ്ങനെ ഞാൻ എന്താ ക്ലീൻ ചെയ്യാൻ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ കക്ക ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ഞാൻ ഇളക്കിയെടുത്തു കേട്ടോ. അപ്പോഴത്തെ 2 മീൻ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേരെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാ ഈ ഒരു മീനും പിന്നെ ഇതാ ഈ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണാം. എല്ലാം ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. നല്ല വൃത്തിയാക്കി മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ലൊരു കക്ക റോസ്റ്റാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇതാ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ചൂടാക്കാൻ വെച്ചിട്ടോ. അതിൽ കുറച്ച് എണ്ണയും കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞതിട്ട് പിന്നെ പച്ചമുളകും തക്കാളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വശങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വശക്കി എടുക്കുകയാണ് കേട്ടോ. അത് വശക്കി എടുത്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ട് കക്ക അതിലോട്ട് തട്ടുവാണേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനൊരുമിച്ച് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. ഒരു 2 സെക്കൻഡ് മൂടി വെച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.